വെൽക്കം ടു മോട്ടോ ട്രാവലിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഫുട്ബോളിലും ജോഗിങ്ങിലും നമ്മൾ ഏത് ടൈപ്പ് ഫുട്വെയറാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഈ ഒരു ടോപ്പിക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫുട്ബോളിലാണെങ്കിലും ജോഗിങ്ങിലാണെങ്കിലും ഏത് ടർഫിലാണ് നമ്മളത് പെർഫോം ചെയ്യുന്നത് അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഫുട്വെയർ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഫുട്വെയറിൻ്റെ കാര്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കൺസേൺ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഇൻസോള്, പിന്നൊന്ന് ഔട്ട്സോള്. അതിൽ ഇൻസോൾ സാധാരണ മോഡിഫൈ ചെയ്യാറ്, അത് ഫുട്ബോളിലാണെങ്കിലും ജോഗിങ്ങിലാണെങ്കിലും നമ്മൾ മോഡിഫൈ ചെയ്യാറ് അതിൽ വരുന്ന ഡിഫോമിറ്റീസ്, അതായത് ഫൂട്ടിൽ വരുന്ന ഡിഫോമിറ്റീസ്, അതായത് ആർച്ചിലുള്ള ആൾട്രേഷൻസ്, അതായത് ഹൈ ആർച്ച്, ഫ്ലാറ്റ് ഫുട്ട്, ഇങ്ങനത്തെ ആർച്ചിലുള്ള മോഡിഫൈ, പിന്നെ അതേപോലെ ഹീൽ പെയിൻ, ഇതിന് കോൺസെൻട്രേറ്റ് ആയിട്ടാണ് നമ്മൾ സാധാരണ മെയിൻലി നമ്മൾ ഇൻസോള് മോഡിഫൈ ചെയ്യാറ്. അതായത് ആർച്ച് സപ്പോർട്ട് വെച്ചിട്ട്, അതേപോലെ ഫ്ലാറ്റ് ഫുട്ടായിട്ടുള്ള ആളുകൾ ആർച്ച് ബിൽഡ് ചെയ്തിട്ട്, അതേപോലെ ഹീൽ സപ്പോർട്ട് വെച്ചിട്ട്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫുട്ബോളിലാണെങ്കിലും നമ്മൾ ജോഗിങ്ങിലാണെങ്കിലും ഇൻസോൾ മോഡിഫൈ ചെയ്യാറ്. ഇത് കോമൺ ആയിട്ടാണ് ചെയ്യാറ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫുട്ബോളിനെ കുറിച്ചാണ്. ഫുട്ബോൾ നമുക്കറിയാം, കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് ടർഫ് ഫുട്ബോൾ കോർട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ടർഫ് ഫുട്ബോളും അതേപോലെ തന്നെ ഗ്രാസ് കോർട്ടുകളും, അതേപോലെ നാച്ചുറൽ ഗ്രാസ് കോർട്ടുകൾ, അതേപോലെ തന്നെ സോയിൽ, നോർമലായിട്ടുള്ള നമ്മൾ സെവൻസ് ഫുട്ബോൾ മാച്ച് പോലത്തെ സോയിലിൽ കളിക്കുന്ന ഫുട്ബോൾ മാച്ചസ് ഒക്കെ ഒരുപാട് കേരളത്തിലുണ്ട്. അതിൽ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഗ്രാസ് കോർട്ടുകളെ കുറിച്ചാണ്. ഗ്രാസ് കോർട്ടുകളെ കുറിച്ച്, ഗ്രാസിൽ രണ്ട് ടൈപ്പ് ഗ്രാസ് കോർട്ടുകൾ, ഒന്ന് സിന്തറ്റിക്കും നാച്ചുറൽ ഗ്രാസ് കോർട്ടുകളും. നമ്മൾ സിന്തറ്റിക് ഗ്രാസ് കോട്ടുകളാണ് ഇപ്പോൾ വളരെയധികം കൂടുതലായിട്ട് കേരളത്തിൽ കാണപ്പെടുന്നത്. ഈ സിന്തറ്റിക് ഗ്രാസ് കോട്ടുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫുട്വെയർ, യൂസ് ചെയ്യേണ്ട ബൂട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഹൈ സ്റ്റഡഡ് ബൂട്ടുണ്ട്, ലോ സ്റ്റഡഡ് ബൂട്ടുണ്ട്. നമ്മൾ ഒരിക്കലും സിന്തറ്റിക് ഗ്രാസ് കോട്ടിൽ ഒരിക്കലും ഹൈ സ്റ്റഡഡ് ബൂട്ട് യൂസ് ചെയ്യരുത്. എപ്പോഴും നമ്മൾ ലോ സ്റ്റഡഡ് ബൂട്ടാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഫ്ലാറ്റ് സ്റ്റഡ്, അതായത് കോർട്ട് സ്റ്റഡഡ് ബൂട്ട്, അതായത് ഫ്ലാറ്റ് ബൂട്ടുകൾ, അതും യൂസ് ചെയ്യാൻ പാടില്ല. എപ്പോഴും ലോ സ്റ്റഡഡ് ബൂട്ടുകളെ സിന്തറ്റിക് ഗ്രാസ് കോട്ടിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ നാച്ചുറൽ ഗ്രാസ് കോട്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഹൈ സ്റ്റഡഡ് ബൂട്ടുകളാണ് യൂസ് ചെയ്യാൻ പാടില്ല. അവിടെ ഫ്ലാറ്റ് ബൂട്ടുകൾ യൂസ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് പറയാൻ പോകുന്നത് സിന്തറ്റിക് ടൈപ്പ് അല്ലെങ്കിൽ റബ്ബർ ടൈപ്പ്, അല്ലെങ്കിൽ നമ്മൾ ഫുട്സാളിൻ്റെ കോർട്ടുകളുണ്ടാവും. വളരെ കോമൺ ആയിട്ട് ഇൻഡോർ സ്റ്റേഡിയങ്ങളിൽ കാണപ്പെടുന്ന ഈ ഹാൻഡ്ബോൾ കോർട്ടുകളിലൊക്കെ നമ്മൾ സാധാരണ ഫുട്ബോൾ ഫുട്സാൾ നടത്താറുണ്ട്. ഇതിലൊരിക്കലും നമ്മൾ സ്റ്റഡഡ് ബൂട്ടുകൾ യൂസ് ചെയ്യാൻ പാടില്ല. അതിൽ കോർട്ട് ബൂട്ടുകൾ യൂസ് ചെയ്യണം, അതായത് സ്റ്റഡ് ഇല്ലാത്ത ടൈപ്പ് ബൂട്ടുകൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ വരുന്നത് നമ്മൾ സോയിൽ, നോർമലി സെവൻസ് ഫുട്ബോൾ മാച്ചസ് ഒക്കെ നടക്കുന്ന സോയിൽ ബൂട്ട്, സോയിൽ കോട്ടുകൾ നമ്മൾ സ്റ്റഡഡ് ബൂട്ടുകളാണ് യൂസ് ചെയ്യാറ്. അതിൽ നമുക്ക് രണ്ടും യൂസ് ചെയ്യാം, ഹൈ സ്റ്റഡഡും ലോ സ്റ്റഡഡ് ബൂട്ടുകളും യൂസ് ചെയ്യാം. അതിൽ ഹൈ സ്റ്റഡഡ് സാധാരണ കുറച്ചും കൂടി കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള സോയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ സ്റ്റഡ് യൂസ് ചെയ്യാം. ചിലത് ഹാർഡായിട്ടുള്ള സോയിൽ, ഹാർഡായിട്ടുള്ള കോട്ടുകൾ അങ്ങനത്തെ ഉണ്ടാവും സെവൻസ് ഫുട്ബോളിൽ. ഇതിൽ നമ്മൾ ഒരിക്കലും ഹൈ സ്റ്റഡഡ് ബൂട്ടുകൾ യൂസ് ചെയ്യരുത്, അത് വേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. ഞാൻ ഈ ഫുട്ബോളിൽ ഈ ബൂട്ടുകളുടെ മോഡിഫിക്കേഷൻസ് പറയാൻ കാരണം അതിന് വേറെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മൾ സാധാരണ ടർഫ് ഫുട്ബോളിലും മറ്റു കോർട്ടുകളിലും കാണുന്ന ഫുട്വെയർ കൊണ്ട് ഉണ്ടാകുന്ന ഇഞ്ചുറീസിനെ കുറിച്ച് പറയാൻ. അതിൽ ഫസ്റ്റ് പറയാവുന്നത് മസിൽസിൻ്റെ ഇഞ്ചുറീസ്. മസിൽസ് സാധാരണ വളരെ കോമൺ ആയിട്ടാണ് ടർഫ് ഫുട്ബോൾ കോർട്ടുകളിൽ മസിൽ റപ്ചർ കാണപ്പെടുന്നത്. അതിന് റീസണായിട്ട് മെയിൻ ഇതാണ് ബൂട്ടിൻ്റെ സ്റ്റഡുകൾ. അതായത് ഫ്ലാറ്റ് ബൂട്ടുകളാണ് ഈ ടർഫ് ഫുട്ബോൾ, അതായത് സിന്തറ്റിക് കോർട്ടിൽ യൂസ് ചെയ്യാറ്. അതേപോലെ അല്ലെങ്കിൽ ഹൈ സ്റ്റഡഡ് ബൂട്ടുകൾ. ഇത് രണ്ടാണെങ്കിലും നമുക്ക് ഗ്രിപ്പിന് ഒന്നും ഗ്രിപ്പ് കൂടും, ഹൈ സ്റ്റഡഡ് ആണെങ്കിൽ മറ്റത് ഗ്രിപ്പ് കുറയും. രണ്ടാണെങ്കിലും നമ്മൾ ഈ ഫുട്ബോളിൽ ഉണ്ടാകുന്ന ക്വിക്ക് മൂവ്മെൻറ്റ്സിൽ ആൾട്ടർ ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബോഡി കൂടുതലായിട്ട് ഫോഴ്സ് യൂസ് ചെയ്യേണ്ടി വരിക ചെയ്യണം. ഇങ്ങനെ യൂസ് ചെയ്യുമ്പോഴാണ് മസിൽ റപ്ചറിന് ചാൻസസ് കൂടുന്നത്. എസ്പെഷ്യലി ഫ്ലാറ്റ് ബോട്ടം ബൂട്ടുകൾ, ഫ്ലാറ്റ് ബൂട്ടുകൾ, അതായത് സ്റ്റഡ് ഇല്ലാത്ത ബൂട്ടുകൾ പലരും യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ ബൂട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ക്വിക്ക് മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് കൂടുതൽ മസിൽ പവർ യൂസ് ചെയ്യും. എക്സ്പ്ലോസീവായിട്ട് മസിൽസിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ് വരുത്തും. ഇങ്ങനെ വരുമ്പോൾ മസിൽ റപ്ചറിന് ചാൻസ്, എസ്പെഷ്യലി കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ ചാൻസസ് കൂടുതലാണ്. പിന്നെ നെക്സ്റ്റ് ജോയിൻറ്റ് ഇഞ്ചുറീസിന് ട്വിസ്റ്റിംഗ് ഇഞ്ചുറീസ് വളരെ കോമൺ ആണ്. സ്റ്റഡ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ട്വിസ്റ്റിംഗ് ഇഞ്ചുറീസ് വളരെ കോമൺ ആണ്. കാരണം ഗ്രിപ്പ്, അത് എക്സ്പെഷ്യലി പറയുന്നുണ്ടെങ്കിൽ ഹൈ സ്റ്റഡഡ് ആണെന്നുണ്ടെങ്കിൽ ഗ്രിപ്പ് കൂടിപ്പോകും. അതായത് നമുക്ക് മൂവ്മെൻറ്റ്സ് വരുമ്പോൾ ശരിക്കും ചില ഈ സിന്തറ്റിക് ട്രാക്കിലൊക്കെയാണ്, സിന്തറ്റിക് ഗ്രാസിലാണ് നമ്മൾ ബൂട്ട് സ്റ്റക്കായി പോകും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ട്വിസ്റ്റിംഗ് ഇഞ്ചുറീസിന് വളരെയധികം ചാൻസസ് കൂടുതലാണ്. പിന്നെ ബാക്ക് പെയിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ സ്റ്റഡ്, അതായത് നമ്മൾ സാധാരണ സ്റ്റഡ് ശരിക്കും നമ്മൾ ഗ്രിപ്പിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഉണ്ട്. ഈ ഫോഴ്സിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ് പോലത്തെ ഫോഴ്സുകൾ വരും. അതായത് ക്വിക്ക് മൂവ്മെൻറ്റ്സ് വരുമ്പോൾ ഈ മൂവ്മെൻറ്റ്സുകൾ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മളെ നീക്ക്, ജോയിൻറ്റ്സിന്, അതേപോലെ മസിൽസിന്, ഷിന്നിന്, ഇതിനൊക്കെ പെയിൻ കൂടുതൽ വരിക ചെയ്യാം. കൂടുതൽ ഫോഴ്സ് യൂസ് ചെയ്യും.
ഇതിൽ ബാക്ക് പെയിൻ്റെ റോൾ എന്ന് വെച്ചാൽ ബാക്ക് മസിൽസാണ് കൂടുതലായിട്ട് നമ്മളെ മൂവ്മെൻറ്റ്സുകൾക്ക് എക്സ്പ്ലോസീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബാക്ക് മസിൽസാണ്. അപ്പോൾ കൂടുതൽ നമ്മൾ ഈ ബാക്ക് മസിൽസിന് യൂട്ടിലൈസ് ചെയ്യണം ഇങ്ങനെ വരുമ്പോൾ, ഗ്രിപ്പില്ലാതെ വരുമ്പോൾ. അപ്പം ബാക്ക് മസിൽസിലും ബാക്കിലും മസിൽസിലും ക്രാംസ് പോലത്തെ അതേപോലെ മസിൽസ് പെയിന് സ്പാസ്മൊക്കെ ഉണ്ടാവാൻ സാധ്യത വളരെയധികം കൂടുതലാണ് പ്രോപ്പറായിട്ടുള്ള ബൂട്ട്സ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ. പിന്നെ ഫൂട്ടിൽ ഉണ്ടാവുന്ന ഇഞ്ചുറീസ്, ഐ മീൻ ഫുട്ട് പെയിൻസ് സാധാരണ കോമൺ ആയിട്ട് ഫുട്ബോളിൽ ഉണ്ടാവാറ് ഫുട്വെയറിൻ്റെ പ്രോപ്പർ സൈസ് അല്ല എന്നുണ്ടെങ്കിലാണ് സാധാരണ ഉണ്ടാവാറ്. പിന്നെ പറയാനുള്ള കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെന്നാണ് നമ്മൾ സാധാരണ ഷിൻ സ്പ്ലിൻ എന്നൊക്കെ പറയുന്ന പോലെ ഇതും സാധാരണ ഈ പ്രോപ്പറായിട്ടുള്ള ഫുട്വെയർ, അതായത് പ്രോപ്പർ ഗ്രിപ്പിംഗ് ഇല്ലാത്ത, അതായത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഏത് ഇതിനാണോ യൂസ് ചെയ്യേണ്ടത് അത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്മൾ ഷിൻ ഗാർഡ് വെക്കുന്ന ഷിന്നിൽ പെയിൻ ഉണ്ടാവാറുണ്ട് സാധാരണ. ഇത് കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ട് ഇതില്ലാത്തതുകൊണ്ട്. അത് പിന്നെ വേറൊരു റീസണും കൂടി ഇതിനുണ്ട്, ഇൻസോളിൻ്റെ മോഡിഫിക്കേഷൻസും കൂടി ഇതിലൊരു ഫാക്ടറാണ്. കാരണം ചില ആളുകൾ ഫ്ലാറ്റ് ഫുട്ടായിട്ടുള്ള ആളുകൾക്കും ഇങ്ങനെ ഷിൻ പെയിൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇൻസോളും മോഡിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി കറക്റ്റായിട്ട് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫുട്ബോളിനെ കുറിച്ച് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചെറിയൊരു ഷോർട്ട് ടിപ്സ്. ഇനി ജോഗിങ്ങിൽ നമ്മൾ പല ആളുകളും ജോഗിങ് ചെയ്യാറുണ്ട്. ജോഗിങ് പല കോർട്ടുകൾ ചെയ്യാറുണ്ട്. നമ്മൾ സാധാരണ ഹാർഡ് കോർട്ടുകൾ റോഡിലൂടെ ചെയ്യാറുണ്ട്, സോഫ്റ്റ് സാൻഡിലൂടെ ചെയ്യാറുണ്ട്, സാധാരണ മണ്ണിലൂടെ ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ ഗ്രാസിലൂടെ ചെയ്യാറുണ്ട്. നമ്മൾ ഹാർഡ് കോർട്ടിൽ, അതായത് നമ്മൾ റോഡിലൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ സ്റ്റഡഡ് ഷൂസ്, റണ്ണിങ് ഷൂസ് യൂസ് ചെയ്യരുത്. സോഫ്റ്റ് ആയിട്ടുള്ള തിക്കായിട്ടുള്ള ഹീൽ സൈഡ് തിക്കായിട്ടുള്ള റണ്ണിങ് ഷൂസാണ് യൂസ് ചെയ്യാൻ പാടുള്ളത്. കാരണം നമ്മൾ കൂടുതലായിട്ടും ഇമ്പാക്റ്റ് നമ്മുടെ ഹീലിലാണ് കൂടുതലായിട്ടും റണ്ണിങ്ങിൽ വരിക, ലോങ് ടേം റണ്ണിങ്ങിൽ വരിക ഈ ഹീൽ സൈഡിലെ ഇമ്പാക്റ്റ്. അതുകൊണ്ട് തന്നെ തിക്ക് ഹീലുള്ള റണ്ണിങ് ഷൂസ്, തിക്ക് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഫോർ ഫുട്ടിൻ്റെ കാട്ടി ബാക്കിൽ ഹീൽ സൈഡ് കുറച്ചും കൂടി നമുക്ക് തിക്കായിട്ടുള്ള റണ്ണിങ് ഷൂസ് യൂസ് ചെയ്യാം. സ്റ്റഡഡ് യൂസ് ചെയ്യാനും പാടില്ല. അതേപോലെ തന്നെ സാൻഡ് ജോഗിങ് വളരെയധികം കോമൺ ആണ്. ഇപ്പം സാൻഡ് ജോഗിങ് നമുക്ക് ഫുട്ട് മസിൽസിന് സ്ട്രെങ്ത് വരും. ഈ ഫ്ലാറ്റ് ഫുട്ടായിട്ടുള്ള ആളുകൾക്ക് അതിന് ട്രെയിൻ ചെയ്യിക്കാൻ നല്ലതാണ്. അതേപോലെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ നല്ലതാണ്. ഇതിന് സാധാരണ നമ്മൾ ഫുട്വെയർ യൂസ് ചെയ്യാറുണ്ട്. ബെയർ ഫുട്ട് ഫുട്വെയർ എന്നിട്ട് സാധാരണ യൂസ് ചെയ്യാറുണ്ട്. അത് കുറച്ചും കൂടി റിസൾട്ട് വരും അതും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഗ്രാസിൽ ജോഗ് ചെയ്യുന്ന ഗ്രാസിൽ ജോഗ് ചെയ്യുമ്പോൾ ഒരിക്കലും ഫ്ലാറ്റായിട്ടുള്ള റണ്ണിങ് ഷൂസ്, അതേപോലെ തന്നെ അങ്ങനത്തെ ഫ്ലാറ്റായിട്ടുള്ള റണ്ണിങ് ഷൂസ് യൂസ് ചെയ്യാൻ പാടില്ല. സ്റ്റഡഡ് റണ്ണിങ് ഷൂസ് യൂസ് ചെയ്യാൻ പാടില്ല. എസ്പെഷ്യലി കുറച്ചും കൂടി ഹൈ സ്പൈക്കായിട്ടുള്ള സ്റ്റഡഡ് റണ്ണിങ് ഷൂസ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ സിന്തറ്റിക് ട്രാക്കിൽ റണ്ണിങ് ചെയ്യുന്ന ആളുകൾ, ജോഗിങ് ചെയ്യുന്ന സിന്തറ്റിക് ട്രാക്കിൽ ഒരിക്കലും നമ്മൾ സ്റ്റഡഡ് റണ്ണിങ് ഷൂസ് യൂസ് ചെയ്യരുത്. ഫ്ലാറ്റായിട്ടുള്ള റണ്ണിങ് ഷൂസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതിലും റണ്ണിങ്ങിലും നമ്മൾ ഇൻസോളിൻ്റെ കാര്യത്തിൽ മോഡിഫിക്കേഷൻസ് വരുത്തണം. ഫ്ലാറ്റ് ഫുട്ടായിട്ടുള്ള ആളുകൾക്ക് അതും മോഡിഫൈ ചെയ്യണം. സാധാരണ റണ്ണിങ്ങിൽ വരാറുള്ള ഇഞ്ചുറീസ് സാധാരണ അധികം ആളുകൾക്കും നീ പെയിന്, അതേപോലെ ഷിൻ പെയിന്, ഇങ്ങനത്തെ കാര്യം. കാരണം സ്പ്രിൻ്റ് അടിക്കുന്ന ആളുകളൊക്കെ ഈ റണ്ണിങ്ങിൻ്റെ കൂടെ തന്നെ സ്പ്രിൻ്റ് ട്രെയിൻ ചെയ്യുന്ന ആളുകൾ, ഇവർക്കാണ് കൂടുതലും മസിൽ ഇഞ്ചുറീസ് കൂടുതലായിട്ട് കാണപ്പെടാറ്. കാരണം ഇത് സ്പ്രിൻ്റ് അടിക്കുന്ന ആളുകൾക്കും ഈ സ്പൈക്സ് യൂസ് ചെയ്യണം. ഫ്രണ്ടിൽ സ്പൈക്സുള്ള റണ്ണിങ് ഷൂസാണ് അവർ കൂടുതലായിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് സ്പൈക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പൈക്സ് ലൂസ് ആകുമെന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസിൽ സ്ട്രെയിന് ചാൻസസ് വളരെയധികം കൂടും. ജോഗിങ്ങിൽ പിന്നെ ഒരു ബാക്ക് പെയിൻ ചാൻസസ് റയറായിട്ടാണ് എന്നാലും ഉണ്ടാവാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ റണ്ണിങ്ങിനാണെങ്കിൽ നമ്മൾ ബാക്ക് മസിൽസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പർ ഗ്രിപ്പിംഗ് പ്രോപ്പർ ഇതില്ലെന്നുണ്ടെങ്കിൽ ഇത് വരും. അതേപോലെ തന്നെ ട്വിസ്റ്റിംഗ് ഇഞ്ചുറീസ്, സ്ലിപ്പായി പോയിട്ട് ട്വിസ്റ്റിംഗ് ഇഞ്ചുറീസും ചാൻസസ് കൂടുതലാണ്. പിന്നെ ഇത് ഫുട്ബോളിലാണെങ്കിലും ജോഗിങ്ങിലാണെങ്കിലും നമ്മൾ പ്രോപ്പർ ഫുട്വെയർ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ, പ്രോപ്പറായിട്ടുള്ള ഫുട്വെയർ ആ ടർഫിന് വേണ്ടിയുള്ള പ്രോപ്പറായിട്ടുള്ള ഫുട്വെയർ യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എനർജി എക്സ്പെൻഡിച്ചർ, അതായത് നമ്മൾ കൂടുതൽ എനർജി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം കറക്റ്റ് ഗ്രിപ്പ് കിട്ടാതെ നമ്മൾ ഒന്നും കൂടി എഫേർട്ട് എടുക്കേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ മസിൽസ് ടയേർഡ് ആവാൻ സാധ്യത കൂടുതലാണ്. മസിൽ ക്രാംസ് ചാൻസസ് കൂടുതലാണ്. റണ്ണിങ്ങിനാണെങ്കിലും അതേപോലെ തന്നെ ഫുട്ബോളിൻ്റെ കാര്യത്തിലാണെങ്കിലും ചാൻസസ് കൂടുതൽ. അപ്പോൾ എനർജി എക്സ്പെൻഡിച്ചറും ഈ ഒരു ഫുട്വെയറിൽ വളരെയധികം റോളുണ്ട്. അപ്പം ഈ ഫുട്വെയർ മോഡിഫിക്കേഷൻസ് വളരെയധികം നമ്മുടെ ബോഡിയുടെ എനർജി എക്സ്പെൻഡിച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു ചെറിയൊരു ഫുട്ബോളിൻ്റെ ടർഫിൻ്റെയും ജോഗിങ്ങിനും ചെറിയ ടിപ്സാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.